അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഈ ജബ്ബാർ മാഷയുടെ ഖുർആൻ്റെ ദീനിലുള്ള മറ്റൊരു കമൻറ്റ്, ഖുർആനിൻ്റെ അവകാശവാദത്തെ ഒരു ഫോസിലിൻ്റെ തുണ്ട് പോലും ശരിവെക്കുന്നില്ല. ജബ്ബാർ മാഷ കാഴ്ചപ്പാടനുസരിച്ച് ലോകത്തുള്ള ഏത് കാര്യം സ്ഥിരീകരിക്കണമെങ്കിലും അത് ശരിയാണെന്ന് വരണമെങ്കിലും ഒരു ഫോസിലിൻ്റെ കഷ്ണമെങ്കിലും കിട്ടണം. അപ്പോൾ എന്താണ് ഈ ഫോസിൽ എന്ന് ജബ്ബാർ മാഷ മനസ്സിലാക്കിയണോ എന്ന് എനിക്കറിയില്ല. ഫോസിലുകൾ അത് പൂർണ്ണമായി വിശ്വാസയോഗ്യമാണോ, അത് വെളിപ്പെടുത്തേണ്ടത് ജബ്ബാർ മാഷാണ്. ലോകത്ത് ഏത് കാര്യത്തിനും ഫോസിൽ വേണമെന്നാണോ ഇദ്ദേഹത്തിൻ്റെ വാദം? ഇനി ഇദ്ദേഹം പറയുന്ന ഈ ഫോസിൽ എങ്ങനെ വരണമെന്നാണ്? ജിബ്രീൽ അള്ളാഹുവിൽ നിന്ന് ഖുർആൻ്റെ വാക്യങ്ങൾ സ്വീകരിച്ച് മുഹമ്മദ് നബിയുടെ അടുത്ത് വന്ന് അത് അദ്ദേഹത്തെ ഓതി കേൾപ്പിക്കുന്നത് ഒരു ഫോസിൽ രൂപപ്പെടുത്തിയിരിക്കണം എന്നാണോ അദ്ദേഹം പറഞ്ഞത്? അല്ലെങ്കിൽ അന്ന് ഖുർആനിൻ്റെ കോപ്പി എഴുതി വച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും ഫോസിലായിട്ട് കിട്ടണമെന്നാണോ? ഈ ഫോസിൽ രൂപപ്പെടാനുള്ള കാലാവധി എത്രയാണാവോ? അപ്പം ഇങ്ങനെയുള്ളൊരു യുക്തിവാദി, കേവല യുക്തിബോധം പോലും ഇല്ലാത്ത, വസ്തുതകളായി അംഗീകരിക്കാൻ പോലും സന്നദ്ധമല്ലാത്ത ഒരു യുക്തിവാദി മാഷ്. ഈ മാഷ് ഇങ്ങനെയൊക്കെ തന്നെയാണോ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതും പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഫോസിലാണ് എല്ലാറ്റിൻ്റെയും തെളിവ്. എന്നാൽ ലോകത്ത് കണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഫോസിലുകളിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പലതിലും കൃത്രിമങ്ങൾ കാണിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഒന്നും അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഫോസിലിന് ഇത്രമാത്രം വലിയ പരിഗണന കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം, ഖുർആനിൽ ആർക്കിയോളജിക്കൽ, ആന്ത്രോപോളജിക്കൽ തെളിവുകളൊന്നുമില്ല. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ ആന്ത്രോപോളജിക്കൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണോ, അല്ലെങ്കിൽ ലോകത്തുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെ തെളിയിക്കപ്പെടേണ്ടതാണോ? എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭൂമിശാസ്ത്ര രീതിയിലുള്ള മനുഷ്യവംശ വിഭജനമാണ് യഥാർത്ഥത്തിൽ ആന്ത്രോപോളജി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനുഷ്യവംശത്തിൻ്റെ വിഭജനം എങ്ങനെയാണ് സാധ്യമായത്? ഇതായിരിക്കുമല്ലോ അതിൽ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ആർക്കിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പുരാവസ്തു വിജ്ഞാനിയാണ്. ഇതിലൊക്കെ ഖുർആനിൻ്റെ കോപ്പികൾ തരികയാണോ ഇദ്ദേഹം ചെയ്യണത്? ഒരു ഗ്രന്ഥത്തെ പരിഗണിക്കുമ്പോൾ, വിശകലനം നടത്തുമ്പോൾ, അതിനെ നിരൂപണം നടത്തുമ്പോൾ ലോകത്ത് കേട്ടുകേൾവില്ലാത്തൊരു സംഗതിയാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ എന്ന് പറഞ്ഞത്. ഈ യുക്തിവാദം വാദം പിടിച്ച് ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് തന്നെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് തന്നെ വാദം പിടിച്ചു പോയോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഗതി. പിന്നെ അദ്ദേഹം പറയുന്നത് ഖുർആനിൽ പുതിയതായിട്ടൊന്നുമില്ല. 2500-3000 കൊല്ലങ്ങൾക്ക് മുമ്പ് കളിമൺ ഫലകങ്ങളിലൊക്കെ എഴുതി വച്ച കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. അപ്പോൾ അദ്ദേഹം ലോകത്തുള്ള എല്ലാ കളിമൺ ഫലകങ്ങളുമൊക്കെ പരിശോധിച്ച് ഖുർആനുമായിട്ട് ഒത്തുനോക്കി ഖുർആനിലുള്ളതൊക്കെ തീർത്ത് ഈ കളിമൺ ഫലകങ്ങളിൽ എഴുതി വെച്ചത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഖുർആനെതിരിൽ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലോകത്ത് ആഗതരായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവർക്ക് അവതീർണമായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും അവൻ ഏകനാണെന്നും അവന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് വേണം മനുഷ്യർ ജീവിക്കാനെന്നും
അങ്ങനെ ജീവിച്ചാൽ മാത്രമേ അവർക്ക് ഈ ഭൂമിയിൽ തന്നെ അവരുടെ ജീവിതം നീതിയുക്തമാക്കി മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും മരണാനന്തര ജീവിതത്തിൽ അവർക്ക് സുഖപ്രദമായിട്ടുള്ള ഒരു സ്വർഗീയ ജീവിതം അതിലൂടെ മാത്രമേ സാധ്യമാവുന്നുള്ളതാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ സമൂഹത്തിന് അനുഗുണമായിട്ടുള്ള നിയമങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ചില ഓരോ പ്രവാചകൻ്റെയും സാഹചര്യം, കാലാവസ്ഥ, നാട് ഒക്കെ പരിഗണിച്ചുകൊണ്ട് അല്പം സ്വല്പമൊക്കെ വ്യത്യാസം അതിലുണ്ടാവും. ഇതല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഈ ഗ്രന്ഥങ്ങളോ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളോ ഒന്നും പരസ്പര വിരുദ്ധമല്ല എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന സംഗതിയുണ്ട്. ഖുൽ മാ കുന്തു ബിദഅം മിനർ റുസുൽ, ഞാൻ ദൂതന്മാരിൽ ഒരു പുതിയ വാദവുമായിട്ട് വന്നിട്ടുള്ളവനല്ല. ബിദഅ പുതിയ വാദവുമായിട്ട് വന്നിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ പുത്തൻ കൂറ്റുകാരനല്ല ഞാൻ. പണ്ട് പ്രവാചകന്മാരൊക്കെ എന്താണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഞാനും പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ബിഹി ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിം വ മൂസ വ ഈസ. നൂഹിന് സന്ദേശം നൽകിയ, താങ്കളോട് ഉപദേശിച്ചിട്ടുള്ള ഇബ്രാഹിമിനും മൂസക്കും ഈസക്കും ബോധനമായിട്ട് നൽകിയിട്ടുള്ള അതേ സംഗതി തന്നെയാണ് നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിയമമാക്കിയിട്ടുള്ളത്. അഖീമുദ്ദീൻ, ഈ ദീനിനെ നിങ്ങൾ നിലനിർത്തണം എന്നാണ്. അപ്പം നൂഹ് നബി അലൈഹിസ്സലാം മുതൽക്ക് മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ സന്ദേശമാണ്, അതിൻ്റെ ആകത്തുകയാണ് മുഹമ്മദ് നബിയിലൂടെ നൽകുന്നതെന്നാണ് ഖുർആൻ പറയുന്നത്. മുഹമ്മദ് നബി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുള്ളത് നഹ്നു മആശിറൽ അംബിയായി അബ്നാഉ അല്ലാത്തിൻ ദീനുന വാഹിദുന, ഞങ്ങൾ പ്രവാചകന്മാർ സഹകളത്രകളുടെ മക്കളാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരീഅത്തുകൾ, നിയമങ്ങളിൽ ചില അല്പസ്വല്പമൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്നാൽ ദീനുന വാഹിദ്, ഞങ്ങൾ പഠിപ്പിക്കുന്ന മൗലിക തത്വങ്ങൾ ഒന്ന് തന്നെയാണെന്നാണ്. ഇത് വെച്ചിട്ട് ഖുർആൻ പണ്ടുള്ളതിൻ്റെ കോപ്പിയാണ് എന്ന് പറഞ്ഞ് ഖുർആൻ ആക്ഷേപിക്കണതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ ഖുർആൻ ദൈവികമാണോ അല്ലേ, അതാണ് ചർച്ചയ്ക്ക് വരേണ്ടത്. അതിൽ ഇത്തരത്തിലുള്ള ഈ വില കുറഞ്ഞ ആക്ഷേപങ്ങളും വാചോടാപങ്ങളും കൊണ്ട് അതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ അതിത് ചെയ്യുന്ന മനുഷ്യൻ്റെ അറിവില്ലായ്മയോ അദ്ദേഹത്തിൻ്റെ ചിന്താശൂന്യതയോ ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നൊരു സംഗതി, ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന ധാർമ്മികത അത് 6-ാം നൂറ്റാണ്ടിലെ നാടോടികളുടെ പരിഷ്കൃതരല്ലാത്ത നാടോടി ജനതയുടെ ധാർമ്മിക നിയമങ്ങളാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. ഈ ഖുർആനിൽ പറയുന്ന ധാർമ്മിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, അന്ധവിശ്വാസം പാടില്ല, ഏകദൈവത്തിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണം, വിഗ്രഹപൂജ അതുപോലെ സൃഷ്ടിപൂജ ഇതൊന്നും പാടില്ല, അതുപോലെ തന്നെ സത്യം പറയണം, മാതാപിതാക്കളെ ആദരിക്കണം, മനുഷ്യരോട് നീതിപൂർവം പെരുമാറണം, കള്ളം പറയാൻ പാടില്ല, മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ പാടില്ല, മറ്റുള്ളവരെ അന്യായമായി കൊല്ലാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളാണ് ഖുർആൻ മുമ്പോട്ട് വെക്കുന്നത്. ഇതൊക്കെ അപരിഷ്കൃതരായ നാടോടികളായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യമായിട്ടുള്ള നിയമം ഏതായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അന്ധവിശ്വാസമാവാം, സൃഷ്ടിപൂജയാവാം, പിന്നെ മാതാപിതാക്കളെ ആദരിക്കുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല, സത്യം പറയേണ്ടതില്ല, കള്ളം പറയാം, അന്യൻ്റെ സമ്പത്ത് അന്യായമായി തട്ടിയെടുക്കാം, മറ്റുള്ളവരെ അന്യായമായി വധിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഇദ്ദേഹം അംഗീകരിക്കാൻ പോകുന്ന ധാർമ്മിക നിയമങ്ങൾ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഖുർആൻ പറയുന്ന ഏത് ധാർമ്മിക നിയമത്തോടാണ് അദ്ദേഹത്തിന് വിയോജിപ്പുള്ളതെന്നും ഏതാണ് അദ്ദേഹത്തിന് അലോസരം സൃഷ്ടിച്ചിട്ടുള്ളതെന്നും ഏതാണ് ആധുനിക ലോകത്ത് നിരക്കാത്ത ഒരു നിയമം അതിലുള്ളതെന്നും അദ്ദേഹം പറയണമായിരുന്നു. അത് അദ്ദേഹം പറയില്ല. 6-ാം നൂറ്റാണ്ടിലെ നാടോടികളുടെ
അപരിഷ്കൃതരായ ജനതയുടെ ധാർമ്മിക നിയമങ്ങളാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ടാണ് ഒരു മൂപ്പർ ഖുർആൻ തള്ളിപ്പറയുന്നതും ഖുർആനെ നിരാകരിക്കണതും ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെ മൂപ്പരുടെ യുക്തിബോധം ഉള്ളൂ എന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ തീർത്തും അബദ്ധം നിറഞ്ഞ, അന്ധവിശ്വാസം നിറഞ്ഞ ഈ തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന ഈ ആളുകൾ, ഇവരാണ് ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളും ഏറ്റവും വലിയ ശാസ്ത്രബോധമുള്ളവർ എന്നൊക്കെ വീമ്പളക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഖുർആനിനെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ഖുർആനെ നിരാകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ സത്യസന്ധതയെയും അദ്ദേഹത്തിൻ്റെ യുക്തിബോധത്തെയും ഒക്കെ തന്നെയാണ് അതിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.